ധവളപത്രം ഇറക്കി അത് ശരിക്കും ആഘോഷിക്കുകയാണ് BJP. സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വയ്ക്കുന്നു, UDF LDF നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന പോലെ അവർ ഒറ്റക്കെട്ടാണ്. മാറി മാറി ഭരിച്ച് അവർ രാജ്യത്തെ സംസ്ഥാനത്തെ കടക്കണിയിലാക്കി. അപ്പോൾ ആ കടക്കണിയുടെ ഉത്തരവാദിത്വം LDFനും UDFനുമാണ്. രക്ഷ BJP എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ധവളപത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലേക്കും ഒന്നും ചേർക്കാൻ പോകുന്നില്ല. രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് ഏപ്രിൽ 25 മുതൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഈ CPM സർക്കാർ നമ്മുടെ നാടിൻ്റെ ഇക്കോണമിയിൽ തകർക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഇക്കോണമിയാണ്. വികസനം ഒന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ 10 കൊല്ലം ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് ആയിരുന്നു എന്ന് ഞാൻ ഒരു കൊല്ലം എല്ലാ വേദിയിലും എല്ലാ യോഗത്തിലും പറഞ്ഞതായി. അപ്പം എനിക്ക് ആദ്യമായിട്ടൊരു അഭ്യർത്ഥന, മാധ്യമ സുഹൃത്തെല്ലാം ഈ ധവളപത്രം വായിക്കണം. നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ലീഡർ പറയുന്നു ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം, ഈ 10 കൊല്ലം നടന്ന മിസ്മാനേജ്മെന്റ്, അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് വിഷയം. ഞങ്ങൾക്കിപ്പോ ഒരു കാര്യം പിടിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാനോ മറ്റൊരു കാര്യം കിഫ്ബിനെ കുറിച്ച് പറയാനോ അത് മാത്രമല്ല, ഈ സ്ഥിതി കൊണ്ടുവച്ചിരിക്കുന്നത് ആരാണ്, എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അസംബ്ലിയിൽ ചർച്ച ചെയ്യണം, നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യണം. പിന്നെ മുൻ ധനകാര്യമന്ത്രി ഇന്ന് പറയുന്നു ഇത് രഹസ്യമായി വെക്കണം. എന്താണ് രഹസ്യം? എന്തുകൊണ്ടാണ് സീക്രറ്റ്? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, പബ്ലിക് ഫൈനാൻസസ്. ഫൈനാൻസസ് പബ്ലിക്കിന്റെ ഫൈനാൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് രഹസ്യമായിട്ട് വെക്കേണ്ടത്? ഞാൻ ഈ മുഖ്യമന്ത്രി ചെയ്ത ഈ ധവളപത്രം സ്വാഗതം ചെയ്തു. ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ ഇക്കോണമിയാണ്. ഇതൊരു CPMന്റെ ഇക്കോണമിയോ അവര് പറഞ്ഞു നടക്കുന്ന കേരള മോഡലോ അതൊന്നുമല്ല. നമ്മളിപ്പോ എന്താണ് സത്യം, എന്താണ് കൃത്യമായി അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പിലുണ്ട്. ഞങ്ങൾ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞത് എന്താണ്, ഇതിനെക്കുറിച്ച് നല്ല ചർച്ച നടത്തണം. അല്ലെങ്കിൽ ഈ ഗവർണർ അഡ്രസ്സിൽ ഈ സർക്കാർ, പുതിയ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഒരു മധുര സ്വപ്നങ്ങളായിട്ട് നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലാൻ 35,000 കോടിന്റെ ഒരു പ്ലാനിൽ 20,000 കോടി കാശ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്? കടം വാങ്ങിച്ചിട്ടോ? ഇനി കടം വാങ്ങാനും സാധിക്കില്ല. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് രാഷ്ട്രീയമല്ല, വിവാദങ്ങൾ മാത്രമല്ല, ഇത് നമ്മൾ എല്ലാവരുടെയും ഭാവിയെ കുറിച്ചാണ് ഈ ചർച്ച നടത്തേണ്ടത്. അപ്പോ ഈ ധവളപത്രം നമ്മളെ ഒരു വേക്കപ്പ് കോളാണ്. പിന്നെ ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നത്. പക്ഷെ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും 1.48% മാത്രമായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്, ബഡ്ജറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അമൗണ്ട്. ഇന്ന് അത് 1.3 ആയിരിക്കുന്നു. അപ്പോ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. ഇക്കണോമിക് മിസ്മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, ഈ വിഷയത്തിൽ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യന്റെ സ്ഥിതി എന്തായിരുന്നു, എന്താക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ എന്ത് വിട്ടുകൊടുത്തു അതും അറിയാം. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ബാലഗോപാൽ സാറും ഏറെ മുതിർന്ന ലീഡർ നമ്മുടെ പിണറായി വിജയൻ സാറും എന്ത് ചെയ്തു എന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഇവരെ വിവാദങ്ങളോ നാടകങ്ങളോ
പ്രസന്റേഷനോ സോഷ്യൽ മീഡിയ റീൽസോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി ഈ ഡോക്യുമെന്റ് വായിക്കുക. നമ്മളെ ഭാവി എങ്ങനെയാണ്, ഒരു പുതിയ രീതി, ഒരു പുതിയ ഇക്കണോമിക് തന്ത്രം, ഒരു പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ജനങ്ങളുടെ ഭാവിക്ക്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യണം. ഇത് UDF മാത്രം വിട്ടുകൊടുക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച്, ഞാൻ അതാണ് ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞത്, ഇതില് ബഡ്ജറ്റ് സെഷനിൽ നമ്മൾ ഭാവിയെ കുറിച്ച്, വരാൻ പോകുന്ന കാലത്ത് നമ്മളുടെ ഇക്കണോമിക് സ്ട്രാറ്റജിനെ കുറിച്ച് ഒരു നല്ല ഓപ്പൺ ട്രാൻസ്പെറന്റ് ചർച്ച നടക്കണം. എന്നാലേ ഈ നമുക്കൊരു വിശ്വാസം വരുള്ളൂ, ഇൻവെസ്റ്റേഴ്സിന് ഒരു വിശ്വാസം വരുള്ളൂ, ഇവിടെ വികസനം നടക്കും, ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാം എന്നൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഓക്കെ. മൂന്നാം തവണയും അടുപ്പിച്ച് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ് BJP. CBSEയുടെ റിസൾട്ടിലെ തിരിമറി, വിലക്കയറ്റം, ഇന്ധന വിലക്കയറ്റം, ഗ്യാസ് ക്ഷാമം തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒപ്പം വിമർശകരുടെ, എതിരാളികളുടെ വായടയ്ക്കാൻ ED റെയ്ഡ്, പിന്നെ അതുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വായടയ്ക്കുന്ന അല്ലെങ്കിൽ വായടപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മുൻപ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഗ്യാസ് വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ, അന്നത്തെ സർക്കാരിനെതിരെ സമരം ചെയ്തവരാണ്. അന്ന് മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്ത് ക്രൂഡ് ഓയിൽ വില 100-ൽ കൂടുതലായപ്പോൾ പോലും 72 രൂപയ്ക്ക് കൊടുത്തിരുന്നത് ഇപ്പോൾ 100-ന് ഒരു സമാനമായ അടുപ്പമുള്ളപ്പോൾ അതിൽ കൂടുതൽ ഗ്യാസിൻ്റെ, പെട്രോളിൻ്റെയൊക്കെ വില വർദ്ധിപ്പിച്ചാണ് ജനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും കേന്ദ്രം ചെയ്യുന്നതെല്ലാം ശരി, സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് വളരെ മോശം എന്ന് പറയുന്ന പ്രവണതയോട് വലിയ താല്പര്യമില്ല. കേന്ദ്രത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾ ഊന്നിപ്പറയാനും സ്വന്തം പാർട്ടിയിലെ അഴിമതികൾക്കെതിരെ, ആരോപണങ്ങൾക്കെതിരെ ED അന്വേഷണമൊക്കെ നടത്തിയാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ആണ് നാം ഈ ചെയ്യുന്നതൊക്കെ. ഭാവി തലമുറയ്ക്കൊക്കെ വേണ്ടിയുള്ള ആ ഒരു സ്വരുക്കൂട്ടലാണ്. ഒപ്പം നല്ലൊരു സുസ്ഥിരമായ, ശാന്തമായ, സൗഹൃദമായ, നല്ലൊരു സമ്പൽ സമൃദ്ധമായ ഭാരതത്തെയാണ് കെട്ടിപ്പടുക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ ആ ഒരു അഴിമതികളും ആരോപണങ്ങളും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.